ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നേ ഒരു ഏർലി മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഏർലി മോർണിംഗ് എണീക്കാറുണ്ട്. പക്ഷേ ഇന്ന് അത്ര നേരത്തൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. 6 മണിയൊക്കെ ആയി. അപ്പോൾ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ കാണാൻ. അല്ലെങ്കിൽ തന്നെ ഈ മഴക്കാലത്തും അതുപോലെ തന്നെ ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ഒരു വല്ലാത്ത കാലാവസ്ഥയായിരിക്കും അല്ലേ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ മഴവെള്ളമൊക്കെ വീണിട്ട് പൂക്കളൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കില്ലേ കാണാൻ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മുറ്റത്തൊക്കെ ആസ്വദിച്ച് നടന്നതിന് ശേഷം അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് വേഗം പോകേണ്ടതുകൊണ്ട് വേഗം ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു പത്തലാണ് ഉണ്ടാക്കുന്നത്. ഈ പത്തലായിരിക്കുമ്പം നമുക്ക് വേഗം പണി കഴിയും. കാരണം അതിങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിങ്ങ് ആയിക്കോളും. നമ്മൾ നിന്ന് ചുടണ്ട. പിന്നെ തലേന്നത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് പത്തലിന് ചിക്കനാണ്. ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അധികം മീൻ വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചോളും. എനിക്കിത് അത്ര ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ പുഴുങ്ങലരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, തേങ്ങയൊക്കെ കൂട്ടി അരച്ചിട്ട്. ആദ്യമൊക്കെ ഇത് പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എളുപ്പമാണ്. നമ്മൾ തീയിൽ ഇതിങ്ങനെ പരത്തിയെടുക്കുമ്പോഴേ കൈ പൊള്ളുമോ എന്നൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം എവിടെയാണെങ്കിലും എൻ്റെ അമ്മക്കാണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വേഗം പണി തീർക്കാൻ ഉണ്ടാക്കുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ അധികം അങ്ങനെ ഇത് ഉണ്ടാക്കലില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇത് വേഗം ഞാൻ റെഡിയാക്കി എടുത്ത ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചൊന്ന് അവിടെ ഇരിക്കാൻ, എനിക്കിങ്ങനെ രാവിലത്തെ ഈ ഒരു ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. പിന്നെ ഇന്നാലൊരു ക്ലൈമറ്റും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഒരു ചായ കുടിക്കാമെന്ന് കേട്ടോ. പിന്നെ ത്രിജു നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. എണീറ്റ പാടും പിന്നെ അവൻ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ കളിച്ച് പിന്നെ അവനെ പല്ല് തേപ്പിക്കാൻ നോക്കി. സാധാരണ അവൻ എണീറ്റ പാടും വേഗം തന്നെ പല്ല് തേപ്പിച്ച് കുളിക്കാറൊക്കെ ഉണ്ട്. ഇന്ന് പിന്നെ ഒന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് നടന്നോട്ടെ വിചാരിച്ചു. കുറേ ദിവസമായില്ല ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്നു. അങ്ങനെ അവന് വേഗം പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് പിന്നെ അവനും ഫുഡ് കൊടുത്തു. ഇടയ്ക്ക് അവൻ ഒറ്റയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് അധികം അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ. ഇല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഞാൻ അമ്മ വാരി കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ നേരെ ഒരു കർമൂസ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കർമൂസ തൈയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കർമൂസ പറിക്കുമ്പോൾ അമ്മ ദാ അവിടെ ചക്ക അരിഞ്ഞിടുകയാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഇത് ഇവിടുത്തെ രാവിലത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ 2 നേരം ഇവിടെ അധികവും ചക്ക പുഴുങ്ങാറുണ്ട്. അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് ചക്കക്കുരു മുരിങ്ങച്ചപ്പും കറി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ അമ്മ ചക്കക്കുരു അതിന് വേണ്ടിയിട്ട് ചുണങ്ങുന്നുണ്ട്. അപ്പം ഞാനും അതിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ വേഗം മുരിങ്ങച്ചപ്പ് പറിക്കാനായിട്ട് പോയേ. എനിക്കാണെങ്കിൽ ഈ മുരിങ്ങച്ചപ്പ് അങ്ങ് ഹൈറ്റിലായതുകൊണ്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അമ്മേനെ തന്നെ വിളിച്ചു. അപ്പോൾ അമ്മ വന്നിട്ട് പറിച്ചു തന്നു. എനിക്ക് ഈ മുരിങ്ങച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരി വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പരിപ്പിലും ചക്കക്കുരുവിലൊക്കെ ഇട്ട് കറി വെക്കുന്നതാണ്. അപ്പം ഞാൻ വേഗം അമ്മ അതൊക്കെ പറിച്ചപ്പം അത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. ഞങ്ങളെ വീടിൻ്റെ തന്നെ മുകളിലത്തെ ഒരു പറമ്പാണ്. ഇവിടെ ആകുമ്പോൾ നമ്മൾ എത്ര കാട് പറിച്ചാലും വെട്ടിയാലും ഒക്കെ ഈ ഒരു മഴക്കാലമാകുമ്പോൾ പിന്നെയും കാട് വന്നുകൊണ്ടേയിരിക്കും. അതാണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് കാടായിട്ട്. ഇപ്പോൾ ഇവിടെ പനിക്കൂർക്കലും കറ്റാർവാഴയും അങ്ങനത്തെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ചവിട്ടി പോവാണ്ട് മുരിങ്ങച്ചപ്പൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഈ ഒരു പൂവിനെ നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയുക? അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് വലിയ മരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്നിട്ട് അത് ചീത്ത ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടായത്. അപ്പോൾ വീട്ടിലത്താണെങ്കിൽ പിന്നെ അത് നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. കാരണം പിന്നെ വീട്ടിൽ അച്ഛനൊക്കെ പോയ പിന്നെ അമ്മ അവിടുന്ന് പോയി. പിന്നെ വീട്ടിൻ്റെ പണിയൊക്കെ നടന്നപ്പം അത് ശ്രദ്ധിക്കാനൊന്നും പറ്റാണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് നശിച്ചു പോയി. എൻ്റെ ഹെൽപ്പർ ത്രിജു ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചീര ഇല ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അവൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അതൊക്കെ ഇങ്ങനെ പിച്ചാണ് മുരിങ്ങാച്ചപ്പ്. അവനെ കൂട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അവൻ്റെ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിച്ചിട്ട് അതൊക്കെ അവനെ കൊണ്ട് സെറ്റാക്കിയാണ്. അപ്പോഴത്തേക്കും പിന്നെ ചക്കക്കുരു ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങാച്ചപ്പ് ഞാൻ വറവിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് തേങ്ങയും കൂടെ അരച്ചിട്ട് വറവിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ഇട്ടിട്ടാണ് വറവിടുന്നത്. അപ്പോൾ കറി വെക്കുമ്പോൾ ത്രിജോട്ടൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ഓരോ പണിയും ചെയ്യുമ്പോൾ അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഞാൻ നേരത്തെ ചോറും കറിയൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് വേഗം പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
അപ്പം ഞാൻ വേഗം തേങ്ങ ചിരകി ഉപ്പേരി ഇവിടെ റെഡിയാക്കി കേട്ടോ. പിന്നെ സമയം കൊണ്ട് കറിയൊക്കെ ആയപ്പോൾ ഒരു പഴം ചുട്ട് എടുക്കാൻ വിചാരിച്ചു. എൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. ഇന്ന് ഞാൻ വീഡിയോ കുറേ വൈകുന്നേരം വരെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ എൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞാക്ക് സുഖമില്ലാണ്ടായപ്പോൾ അവരിവിടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. പിന്നെ കാണിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ